ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്രയ്ക്ക് ഇന്ന് സമാപനമാകുകയാണ്. കോഴിക്കോട് ബീച്ചിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന മഹാസമ്മേളനത്തിൽ 1 ലക്ഷത്തിലധികം ആളുകൾ അണിനിരക്കും. സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പരിപാടിയുടെ ഭാഗമാകും. യാത്രയ്ക്ക് സംസ്ഥാനത്തുടനീളം വലിയ പിന്തുണയാണ് കിട്ടിയത്. കോഴിക്കോട് ബീച്ചിലെ സമ്മേളന വേദിയിൽ നിന്ന് സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, വലിയൊരു സന്ദേശവുമായി വലിയൊരു ഉത്തരവാദിത്വവുമായി നമ്മൾ നടത്തിയ യാത്ര, അതിന് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന് ആ യാത്രയ്ക്കൊപ്പം അണിചേർന്നുകൊണ്ട് ആളുകൾ പിന്തുണ പ്രഖ്യാപിക്കുന്നതും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഇന്നതിന് സമാപനമാകാൻ പോകുന്നു. എല്ലാ ഒരുക്കങ്ങളും സമാപന വേദിയിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നറിയാം. വൈകിട്ടാണ് പരിപാടി. വിശദാംശങ്ങൾ സമീർ. റിജിത്ത്, സമാപന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ഉള്ളത്. ഇവിടെയാണ് ഇന്ന് 1 ലക്ഷത്തോളം വരുന്ന, അതിലധികം വരുന്ന ആളുകൾ ഇന്ന് സംഗമിക്കാൻ പോകുന്നത്. അറബിക്കല്ലിനോട് ചാരയുള്ള ഈ ബീച്ചിൽ ഏതാണ്ട് 10,000-ലധികം ആളുകൾ ഇന്ന് ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ക്രമീകരണങ്ങളിലാണ് ഇപ്പോൾ കോഴിക്കോട് ബീച്ചും ഈ വേദിയും തന്നെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉച്ചയ്ക്ക് ശേഷം 4 മണിയോട് കൂടെയാണ് ഈ സമാപന സമ്മേളനത്തിന് തുടക്കമാവുക. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി P ശശീന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം P അബൂബക്കർ മുസ്ലിയാർ, ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, ഗുരുരത്നം ജ്ഞാന തപസ്വി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് പ്രധാനമായും പങ്കെടുക്കും. ഒപ്പം തന്നെ MG ശ്രീകുമാർ നയിക്കുന്ന ഗാനമേള ഇവിടെ അരങ്ങേറും. ഒപ്പം തന്നെ അകം ബാൻഡ് അവതരിപ്പിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഷോയും എല്ലാം തന്നെ ഇവിടെ അരങ്ങേറും. ഇപ്പോൾ ഈ ഡാൻസിന് വേണ്ടിയുള്ള പ്രാക്ടീസ് എല്ലാം തന്നെ ഇവിടുത്തെ കലാകാരന്മാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി 1 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് 14 ജില്ലകളുടെയും ഈ യാത്ര കടന്നു പോകുന്ന സമയത്തൊക്കെ തന്നെ വലിയ ജനപിന്തുണയും സ്വീകാര്യതയും ഒക്കെ തന്നെ ഈ ലഹരി വിരുദ്ധ യാത്രക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും ധാരാളമായിട്ടുള്ള ആളുകൾ. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് സമാപന സമ്മേളനം. 1 ലക്ഷത്തിലധികം ആളുകൾ ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി കോഴിക്കോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്.